തൃശൂർ പോട്ട ബാങ്കിൽ നിന്ന് മോഷ്ടിച്ച പണം കണ്ടെടുത്ത പോലീസ്. പ്രതി റിജോ ആന്റണിയുടെ വീട്ടിൽ നിന്നാണ് 12 ലക്ഷം രൂപ കണ്ടെത്തിയത്. കവർച്ചാ സമയത്ത് ഉപയോഗിച്ച കത്തിയും വസ്ത്രവും പോലീസ് കണ്ടെടുത്തു. രാവിലെ 10 മണിക്ക് റിജോയെ ബാങ്കിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തും. ഞങ്ങൾക്ക് അങ്ങനെ കടബാധ്യതയുള്ളതൊന്നും ഞങ്ങൾക്ക് അറിയില്ല. ഇപ്പൊ അടുത്ത് തന്നെയാണ് ഈ സിറ്റ് ഔട്ടിന് മുറ്റൊക്കെ ടൈലിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നത്. റിജോ പറഞ്ഞതേ കള്ളനെ ഒന്നും പിടിക്കാൻ സാധ്യതയില്ല, അത് വല്ല അപ്പുറത്ത് വന്നില്ല എവിടെയെങ്കിലും പോയി ഒളിച്ചിരിക്കുന്നുണ്ടാവുള്ളൂ എന്ന് പറഞ്ഞ അത് ആളുടെ ഒരു ഇതില് പിടിക്കില്ല എന്നുള്ളൊരു ധാരണയാണ്. ഇവിടെയുള്ള പ്രദേശവാസികളായിട്ട് നല്ല കമ്പനിയും കുറച്ച് നാളുകളായിട്ട് എല്ലാവരായിട്ട് നല്ല ഇടപഴകലും കൂടുതലായിരുന്നു എല്ലാവരായിട്ട്. പിന്നെ ഇങ്ങനെ ഇത്തിരി മദ്യപാനം ഉണ്ടായിരുന്ന കമ്പനി കൂടുതലുണ്ടായിരുന്നു ഇപ്പൊ കേട്ടിട്ടുണ്ട്. വിശദാംശങ്ങളുമായി MS ലിഷോയ് ചേർന്നു. ലിഷോയ്, ഗുഡ് മോർണിംഗ്. എപ്പോഴാണ് ഈ പണവും മറ്റ് വസ്തുക്കളും, ഈ കത്തിയും വസ്ത്രവും അടക്കം കണ്ടെത്തിയത്? വിശദാംശങ്ങൾ എന്താണ്? ഇനി കുറച്ച് പണം കൂടി കണ്ടെത്താനില്ലേ? അതെന്ത് ചെയ്തു റിജോ? അതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങളൊക്കെ പോലീസ് നൽകുന്നുണ്ടോ? അതായത് 12 ലക്ഷം രൂപയാണ് വീട്ടിൽ നിന്ന് കണ്ടെത്തിയത്. ബാക്കി തുക, അതായത് 3 ലക്ഷത്തിനടുത്തുള്ള തുക, 2,90,000 രൂപയോളം ഒരാളുടെ കയ്യിൽ കടം വീട്ടാനായി നൽകിയിരുന്നു. അതായത് നേരത്തെ വായ്പ വാങ്ങിയിരുന്ന പണം നൽകിയിരുന്നു. ആ വായ്പ വാങ്ങിയിരുന്ന പണം ഇന്നലെ തന്നെ ഈ സംഭവങ്ങളൊക്കെ ഉണ്ടായ റിജോയെ അറസ്റ്റ് ചെയ്ത സമയത്ത് തന്നെ രാത്രി തന്നെ ചാലക്കുടി DYSP ഓഫീസിൽ അന്നനാട് സ്വദേശിയിൽ നിന്നാണ് വാങ്ങിയിരുന്നത്. അയാൾക്കാണ് തിരികെ നൽകിയിരുന്നതും റിജോ. ആ പണം അയാൾ തന്നെ കൊണ്ടുകൊടുത്തു. ബാക്കിയുള്ള പണമാണ് വീട്ടിൽ നിന്ന് ലഭിച്ചിരിക്കുന്നത്. കുറച്ച് തുകയ്ക്ക് ഇയാൾ ലിക്കർ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വാങ്ങിയിരുന്നുവെന്ന് ഇന്നലെ തന്നെ SP പറയുകയും ചെയ്തിരുന്നു. ബാക്കി പണമാണ് 12 ലക്ഷം രൂപ. ഇന്നിപ്പോൾ പുലർച്ചെയാണ് ഈ റിജോയുടെ വീടിൻ്റെ കിടപ്പുമുറിയിലെ മുകളിലുള്ള ഒരു പ്രത്യേക ഷെൽഫ് ഉണ്ടായിരുന്നു. ആ ഷെൽഫിന് ഉള്ളിൽ നിന്നാണ് ഈ പണം കണ്ടെത്തിയിരിക്കുന്നത്. അതായത് ഈ ബാങ്ക് ജീവനക്കാരെ ബന്ദിയാക്കിയത് കത്തി ഉപയോഗിച്ചാണ്. ആ കത്തി ഗൾഫിൽ നിന്ന് കൊണ്ടുവന്നതാണെന്ന് നേരത്തെ SP ഇന്നലെ പറയുകയുണ്ടായിരുന്നു. ആ കത്തിയും കണ്ടെടുത്തിട്ടുണ്ട്. ആ കത്തി വീട്ടിലെ അടുക്കളയിൽ നിന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. കൂടാതെ ഈ മോഷണ സമയത്ത് റിജോ ഇട്ടിരുന്ന വസ്ത്രങ്ങൾ, ആ വസ്ത്രങ്ങൾ വീടിനുള്ളിൽ തന്നെ ഉണ്ടായിരുന്നു. വീടിനുള്ളിൽ കിടപ്പുമുറിയിൽ തന്നെ സൂക്ഷിച്ചിരിക്കുകയായിരുന്നു എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. അതും ഈ പോലീസ് കണ്ടെടുത്തിട്ടുണ്ട്. ഇന്ന് പുലർച്ചെയാണ് വീട്ടിലെത്തി ഈ തെളിവെടുപ്പ് പൂർത്തിയാക്കിയത്. അതിനുശേഷം ഇന്ന് ഈ ബാങ്ക് തുറന്നതിന് ശേഷം 10 മണിക്ക് ശേഷമായിരിക്കും ബാങ്കിലെ ജീവനക്കാരൊക്കെ നേരത്തെ എത്തി. അതിനുശേഷം പോലീസിൻ്റെ നടപടിക്രമങ്ങളൊക്കെ പൂർത്തിയാക്കി ഏകദേശം 10 മണിയോടുകൂടി ഈ റിജോയെ ഈ ബാങ്കിലേക്ക്, അതായത് പോട്ട പള്ളിക്ക് എതിർവശത്തുള്ള ഫെഡറൽ ബാങ്ക് ശാഖയിലേക്ക് എത്തിക്കും. അവിടെ നിന്ന് എങ്ങനെയാണ് ഈ കൃത്യം ചെയ്തതെന്ന് ഒന്നുകൂടി പോലീസിനോട് ഇയാൾ വിവരിക്കുകയും ചെയ്യും. അതോടുകൂടിയാണ് തെളിവെടുപ്പ് പൂർത്തിയാക്കുക. ഇനിയിപ്പോൾ അതിനുശേഷം ഉച്ചയോടുകൂടി തന്നെ ഇയാളെ കോടതിയിൽ ഹാജരാക്കുമെന്നുള്ളതാണ് നിലവിൽ പറഞ്ഞിരിക്കുന്നത് പോലീസ്. കാരണം കൂടുതൽ കണ്ടെടുക്കാനുള്ള പണവും തെളിവുകളും ഒക്കെ തന്നെ കണ്ടെടുത്ത് കഴിഞ്ഞു. ഇനിയിപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ പ്രതിയെ കോടതിയിൽ ഹാജരാക്കുക എന്നുള്ള നടപടി മാത്രമാണ് ഇനി പൂർത്തിയാക്കാനുള്ളത്. അതേസമയം തന്നെ ഇന്നലെ ഈ സംഭവമൊക്കെ നടക്കുന്ന സമയത്ത് റിജോയുടെ വീട്ടിൽ ഈ അന്വേഷണം ഈ റിജോയിലേക്ക് എത്തുന്ന സമയത്ത് റിജോയുടെ വീട്ടിൽ കുടുംബസമ്മേളനം നടക്കുകയായിരുന്നു. ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ആളുകളൊക്കെയായി റിജോ സംസാരിക്കുന്നുണ്ടായിരുന്നു. ആദ്യഘട്ടത്തിൽ വളരെ എല്ലാവരോടും നല്ല രീതിയിൽ ഇടപെടുന്ന റിജോ പിന്നീട് തന്നിലേക്ക് ഈ പോലീസ് എത്തുന്നു എന്ന് മനസ്സിലാക്കി, അതായത് ആ മേഖലയിൽ ആകെ പോലീസിൻ്റെ സാന്നിധ്യം മനസ്സിലാക്കിയതോടുകൂടി ആകെ ഒരു വിരളി പൂണ്ട ഒരു അവസ്ഥയിലായിരുന്നു. പക്ഷേ അപ്പോഴും പോലീസ് ഈ പ്രതിയെ പിടികൂടില്ല എന്ന് ഉറച്ചു വിശ്വസിച്ചിരുന്നു. അല്ലെങ്കിൽ പോലീസിന് ഈ പ്രതിയെ പിടികൂടാൻ കഴിയില്ല എന്നായിരുന്നു അവിടെ ഉണ്ടായിരുന്ന കുടുംബസമ്മേളനത്തിന് എത്തിയ കൗൺസിലർ ഉൾപ്പെടെയുള്ള ആളുകളോടൊക്കെ റിജോ പറഞ്ഞിരുന്നത്. എന്തായാലും ഒടുവിൽ പക്ഷേ മോഷ്ടാവിന് പിടി വീണിരിക്കുന്നു. മോഷണ പണവും ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നു. ഇനി അടുത്ത നടപടിക്രമത്തിലേക്ക് പോലീസ് കടക്കുകയാണ്.